എവിടേക്ക് ആര് കടന്നു കയറും, ആരുടെ വോട്ട് ചോർത്തും എന്നുള്ളതാണ് തമിഴക രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായി, ഏറ്റവും ഡിസിസീവ് ഫാക്ടറായി നമ്മൾ കാണാൻ പോകുന്നത്. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ എവിടെ നിന്നൊക്കെ എങ്ങോട്ടൊക്കെ മാറുകയും മറിയുകയും ചെയ്തിട്ടുണ്ട് ദ്രാവിഡ മണ്ണിന്റെ മനസ്സ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുന്ന മണിക്കൂറുകളല്ലേ ഇത്, രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഞാൻ കോയമ്പത്തൂരിൽ സൂലൂർ ഭാഗത്തുള്ള ഒരു പോളിംഗ് ബൂത്തിലാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കുണ്ട്, നല്ല വെയിലാണ്. ഈ വെയിലിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതൊരു മലയാളി ചേട്ടൻ. എങ്ങനെയുണ്ട് പോളിംഗ്? ഫ്രാൻസിസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാവിലെയാണ് അവിടെ വോട്ട്? അതെ അതെ, 7 മണിക്ക് തുടങ്ങിയതാ. ആളുകൾ കൂടുതൽ എത്തുന്ന സമയം രാവിലെ 6 മണിക്ക് കൂടി ഇവിടെ. എന്നിട്ട് 6 മണിക്കൊക്കെ നല്ല തിരക്കുണ്ട്. ഇത് കോയമ്പത്തൂരിൽ ഒരു മത്സര ചൂടിനെ കൂടി കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ ഒരു ത്രികോണ മത്സരമുണ്ട്. DMKയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഒരു സ്ഥാനാർത്ഥി, അണ്ണാ DMKയുടെ മറ്റൊരു സ്ഥാനാർത്ഥി, BJP നയിക്കുന്ന NDAയുടെ ഒരു സ്ഥാനാർത്ഥി. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള BJPയുടെ ബിഗ് ഫൈറ്റർ, തമിഴ്നാട്ടിലെ ബിഗ് ഫൈറ്റർ ആയിട്ടുള്ള അണ്ണാമലൈ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ആ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ CPMന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഈ സീറ്റ്. ഈ സീറ്റ് DMK ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അണ്ണാമലൈ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അണ്ണാമലൈ ഒരു മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷ നഗര കേന്ദ്രങ്ങളിലൊക്കെ പലർക്കുമുണ്ട്. പക്ഷേ ഈ ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്തോറും അവിടെ DMKക്കും അണ്ണാ DMKക്കൊക്കെ പരമ്പരാഗതമായി ഉള്ള വോട്ടുകളിൽ ആ വോട്ടുകളിൽ എത്ര ശതമാനം പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം DMKയും അണ്ണാ DMKയും ഒക്കെ ഇവിടെ വളരെ പരമ്പരാഗതമായി വോട്ട് ബാങ്കുകളുള്ള, ഓരോ സമുദായത്തിലും വോട്ട് ബാങ്കുകളുള്ള പാർട്ടികളും മുന്നണികളുമാണ്. അവരുടെ വോട്ട് ബാങ്കിൽ BJP എത്ര വിള്ളലുണ്ടാക്കും എന്നാണ് ഇത്തവണ നമുക്കറിയേണ്ടത്. BJP അതിന് അത്യാവശ്യമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വാണിയർ സമുദായത്തിലും തേവർ സമുദായത്തിലും SC/ST സമുദായത്തിലുമൊക്കെ വോട്ട് പിടിക്കാനുള്ള ഒരു തരത്തിൽ അവരുടേക്ക് പലതരത്തിലുള്ള മെക്കാനിസവും കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു മാറ്റത്തിന് വോട്ട് എന്നുള്ളതാണ് BJP ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്. DMKയുടെ ഒക്കെ അഴിമതി രാഷ്ട്രീയവും DMKയുടെ കുടുംബാധിപത്യത്തിനൊക്കെ എതിരെയുള്ള ഒരു വോട്ട് ഉണ്ടാവണം എന്ന പേരിലാണ് BJP വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ മാറ്റത്തിന് എത്ര പേർ തയ്യാറാകും എന്നുള്ളതാണ് ഇത്തവണ. ഞാനിവിടെ ഒരു റൂറൽ മേഖലയിലൊക്കെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പണമിറക്കിയാണ് അവർ പലരും വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ പണമിറക്കുന്ന ആരാണോ കൂടുതൽ അവർക്ക് വോട്ട് എന്നുള്ള തരത്തിലുള്ള തമിഴ്നാടിൻ്റെ ഒരു പരമ്പരാഗത രീതിയുണ്ട്. അതൊന്നും മാറിയിട്ടില്ല. പലരും മാറ്റം ആഗ്രഹിക്കുന്നു. പക്ഷേ തമിഴ്നാടിൻ്റെ ഒരു പരമ്പരാഗത രീതി അടിത്തട്ടിൽ ഇളക്കി മറിക്കാനൊന്നും BJPക്ക് സാധിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു നരേഷനും വരുന്നുണ്ട്. ഏതായാലും കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ മലയാളികൾക്കും വോട്ടുള്ള സ്ഥലമാണ്, മലയാളി വോട്ടും നിർണായകമാണ്. VS രഞ്ജിത്തിലേക്ക് നമുക്ക് തിരികെ എത്താം. ഒപ്പം അല്ലമീനും തമിഴക രാഷ്ട്രീയം വിശദമായി തന്നെ വിശകലനം ചെയ്യും. നമുക്ക് അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം. രാജസ്ഥാനിലെയും ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും ഒക്കെ വിവരങ്ങൾ, പൊതുവിവരങ്ങൾ അതൊക്കെയായി ശരത് കെ ശശി നമുക്കൊപ്പം തയ്യാറായി നിൽക്കുന്നു. മധ്യപ്രദേശും പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ 9 മണി വരെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോബൽ